കോയമ്പത്തൂരിൽ ഒരു തീക്കടയിൽ തുടങ്ങി ഇന്ന് കേരളത്തിനകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്ന കെആർ ഗ്രൂപ്പിന്റെ അഭിമാന സംരംഭത്തിനാണ് സ്വന്തം നാടായ വളാഞ്ചേരിയിൽ പ്രൗഢമായ തുടക്കം കുറിച്ചിരിക്കുന്നത്. കെആർ ബേക്സ്, കെആർ കഫേ, വോക്കൻ ഫ്രൈഡ് ചിക്കൻ എന്നിവയുടെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച നടന്നത്. ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പുതിയ ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ഹൈജീനിക്കായി നന്നായി ആളുകൾക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കെആർ പാലയത്തിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഇന്ന് കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ചാണ് പർച്ചേസിങ്ങിന് പോകുന്നത്. അതുകൊണ്ടാണ് വാഹനങ്ങളിൽ അവർ പർച്ചേസിംഗ് നടത്താമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് വരാൻ പോകുന്ന അഹല്യ ആശുപത്രിയുടെ തൊട്ടു മുന്നിൽ അതിഗംഭീരമായിട്ട് തന്നെ രാജകീയമായി ഇങ്ങനെ ഒരു സംരംഭം അദ്ദേഹം തുടങ്ങുന്നത്. വളാഞ്ചേരി ടൗണിൽ വരുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളാഞ്ചേരി ടച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം അവിടെ ഇറങ്ങിയിട്ട് ഒരു ചായ, കെആറിൻ്റെ ഒരു ചായ കുടിച്ചിട്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നത്. ഏറ്റവും മനോഹരമായിട്ട് ബേക്കറി, അതുപോലെ ഫ്രൈഡ് ചിക്കൻ, അതുപോലെ കെആർ കഫേ ഉൾപ്പെടെയുള്ള എല്ലാം ഒരു പിന്നെ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാം ഒരു കുടക്കീഴിൽ സംവിധാനിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കെആർ പാലാറ്റനെ അഭിനന്ദിക്കുന്നു. ഈ നാട്ടിൽ ഗോത്തികലം, പെരുന്തൽമണ്ണയും ഈ പ്രദേശമൊക്കെ ഞങ്ങൾക്ക് കൊടുക്കുന്ന ചായപ്പൊടി 1 കിലോ 900 രൂപയാണ്. 900 രൂപ എൻ്റെ വീട്ടിൽ പോയി ഞാൻ വാങ്ങാറില്ല. പക്ഷെ അതിൻ്റെ ഗുണം ഞാൻ ഇന്ന് 2-3 ചായ കുടിക്കുന്നതാണ് മിനിമം. എനിക്ക് യാതൊരു അസുഖമില്ല, ഒരു ദിവസമില്ല, ഡോക്ടറെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ നല്ലത് നോക്കിയോ. എൻ്റെ നാട്ടിൽ തമിഴ്നാട് നിറയെ ഐറ്റം പ്രോഡക്റ്റുകൾ വരുന്നു, ഞാനും കൊടുക്കുന്നില്ല, വരുന്നുണ്ട് പല ആന്ധ്ര, തമിഴ്നാട്, അതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് ഉപദേശിക്കുക. ഡോക്ടർമാരൊക്കെ നമ്മുടെ കിട്ടി കൂടി മാത്രം കർഷ ചെയ്യാൻ പോരുത്, അത് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. 12,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് വളാഞ്ചേരി മീൻപാറയിൽ കെആർ ഗ്രൂപ്പിന്റെ പുത്തൻ സംരംഭം നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. 200 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം. കാരണം വളരെ സന്തോഷം, കാരണം ഇത് കെആറിൻ്റെ ജന്മനാടാണ്, കെആർ ബേക്സിൻ്റെ ജന്മനാടാണ് വളാഞ്ചേരി. അപ്പോൾ ഇവിടെ നമ്മൾ പുതുതായിട്ട് 40 വർഷത്തിന് ശേഷം വളാഞ്ചേരിയിലേക്ക് വീണ്ടും ഒരു ഷോപ്പ് എത്തുമ്പോൾ ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടുകാരുടെ സ്നേഹവും സന്തോഷം, അവരുടെ സഹകരണം, അവരും വളരെ ഹാപ്പിയാണ്, ഞങ്ങളും വളരെ ഹാപ്പിയാണ്. അവർക്ക് ഒരുപാട് നല്ല ഫെസിലിറ്റീസ് കൊടുക്കാൻ കഴിഞ്ഞതിൽ കെആർ ബേക്സിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തും. കെആർ ബേക്സിൻ്റെ എല്ലാ വിജയത്തിനും വളാഞ്ചേരിക്കാർ ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഇന്ന് ടൗൺ വിട്ടുകൊണ്ട് ഞങ്ങൾ സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുള്ളത്. വളാഞ്ചേരിയിലെ 3ാമത്തെ സ്ഥാപനം. നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ 3 സ്ഥാപനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കഫേ ഉണ്ട്. അതോടൊപ്പം തന്നെ പുതിയൊരു ബ്രാൻഡ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, വോക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ്. ഞങ്ങളുടേതായ ഒരു മിക്സിംഗ് ആണ് അതിലുള്ളത്. കോട്ടക്കൽ നിയോജക മണ്ഡലം എംഎൽഎ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ലക്ഷ്മി ബാലൻ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ വോക്കൻ ഫ്രൈഡ് ചിക്കന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ.ടി. ജലീൽ എംഎൽഎയും കെആർ കഫേയുടെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലും നിർവഹിച്ചു. ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജിയിൽ നിന്നും ഡോക്ടർ നടക്കാവിൽ മുഹമ്മദ് അലി ഏറ്റുവാങ്ങി. വാക്കൻ ഫ്രൈഡ് ചിക്കൻ ആദ്യ വിൽപ്പന തിഗോ ബാവ ഹാജി ഹംസ തച്ചങ്ങാടിയിൽ നൽകി നിർവഹിച്ചു. ലൈവ് ബേക്കിംഗ് ഉദ്ഘാടനം വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, ലൈവ് കേക്ക് ഉദ്ഘാടനം കൗൺസിലർ സാജിദ, കേക്ക് കട്ടിംഗ് ബേക്ക് അസോസിയേഷൻ പ്രസിഡന്റ് റഷീദ് മുബാറക് തുടങ്ങിയവർ നിർവഹിച്ചു. കെആർ ഗ്രൂപ്പ് ചെയർമാൻ കെആർ ബാലൻ, വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ഫൈസൽ തങ്ങൾ, ഉണ്ണികൃഷ്ണൻ, കമറു പാറയ്ക്കൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കെആർ ഗ്രൂപ്പ് പ്രതിനിധികളായ കെആർ പ്രിൻസ്, രാജു വളാഞ്ചേരി, ഷിജു വൈക്കത്തൂർ, റനീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക്, ഈ ചാനൽ.